ഹായ് ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. തൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സ്പെഷ്യലും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു നാടൻ ചിക്കൻ കറിയാണ്. അപ്പോൾ വായോ വീഡിയോ കാണാം. ഇതിനായിട്ട് നമ്മൾ ഒരു 1.5 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് നല്ല കുമിച്ച് 2 ടേബിൾ സ്പൂൺ, അതായത് ഹീപ്ഡ് ആയിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 പിടി കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമ്മൾ ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഈ പൊടികളൊക്കെ ഈ ചിക്കനിലേക്കൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. എന്നാൽ മാത്രമേ ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പും പൊടികളും ഒക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ. ഇതിലേക്ക് ചിക്കൻ മസാലയോ ഗരം മസാലയോ അങ്ങനത്തെ പൊടികളൊന്നും ചേർത്തേക്കരുത്. ഇത്രയും പൊടികൾ മാത്രം മതി നമുക്ക് ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ചിക്കൻ കറിയുടെ സ്വാദ് തന്നെ മാറിപ്പോവും. എൻ്റെ അമ്മൂമ്മ പറയാറുള്ളത് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ്റെ സ്വാദ് അറിയാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഇത് നമ്മളൊരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആ ചിക്കൻ. എന്നിട്ട് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു 50 ml വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അതിനാണ് സ്വാദ്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കും അതിലേക്ക് 6 വറ്റൽമുളകും ഒരു 8-10 ചെറിയുള്ളി വട്ടത്തിൽ കനം കുറച്ചരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് മൂപ്പിക്കുന്നുണ്ട്. അതിട്ട വീഡിയോ റെക്കോർഡായില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇനി ചേർക്കുന്നത് 1 പിടിയോളം കറിവേപ്പിലയാണ്. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. മെയിൻ താരം എന്ന് പറയുന്നത് ചെറിയുള്ളിയാണ്, ചുമന്നുള്ളി. അപ്പോൾ അത് ഒരു 500 ഗ്രാം ചെറിയുള്ളി നന്നാക്കി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി തന്നെ ചേർക്കാൻ ശ്രമിക്കുക. ചെറിയുള്ളിയാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്ന താരം. അല്ലാതെ സവോളയൊക്കെ ചേർത്ത് കഴിഞ്ഞ് ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അതുപോലെ തന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർത്തേക്കരുത്. അതൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഈ കറിയുടെ സ്വാദ് മാറിപ്പോവും. അപ്പോൾ നമുക്ക് ചെറിയുള്ളി മാത്രം മതി ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ വെളിച്ചെണ്ണയിലിട്ട്. ഇതിൻ്റെ ഓത്തൻറ്റിക് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വിറകടുപ്പിലാണ് പാചകം ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏപ്രിൽ 15-നാണ്. ആ സമയത്ത് നാട്ടിൽ നല്ല വെയിലും ചൂടുമായിരുന്നു. അപ്പോൾ നമുക്ക് ആ സമയത്ത് പുറത്ത് വെച്ച് പാചകം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ചൂട് കാരണം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഗ്യാസ് അടുപ്പിൽ ഇത് ചെയ്യുന്നത്. നമ്മുടെ അടുക്കളയുടെ വിറകടുപ്പാണെങ്കിൽ അവിടെ വെട്ടം കിട്ടില്ല. അപ്പോൾ അതായിരുന്നു ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് സാരമില്ലല്ലേ, നമ്മൾ ഗ്യാസ് അടുപ്പിൽ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് ഉള്ളി ഇവിടെ ഏകദേശം ചുമന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ടത് മൂത്ത് വരണം, നല്ലപോലെ ഒരു ബ്രൗൺ കളറായി വരണം ഉള്ളി. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഈ കറിക്ക്. അതാണ് ഇതിലെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അല്ലെങ്കിൽ ഈ കറി നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ചിക്കൻ കഷ്ണങ്ങൾ ചേർത്തിട്ട് ഈ ഉള്ളിയും കഷ്ണങ്ങളോട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഈ കറി എന്ന് പറയുന്നത് ഞങ്ങളുടെ തറവാട്ടിൽ തലമുറകളായിട്ട് കൈമാറി വന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് ആക്ച്വലി എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അത് അമ്മൂമ്മയ്ക്ക് കിട്ടി, അമ്മൂമ്മയിൽ നിന്നും അമ്മയിലേക്ക് പകർന്നു കിട്ടി. ഇപ്പോൾ ഞാനും ഉണ്ടാക്കാറുണ്ട് ഇത്. പക്ഷെ എന്നാലും നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ഈ പ്രിപ്പറേഷൻ ഇവിടെ ചെയ്യുന്നത് അമ്മ തന്നെയാണ് കേട്ടോ. അമ്മയെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ചിക്കൻ കറി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത്, ഞങ്ങളുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്തേക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ അതൊരു വാഴയില കൊണ്ട് മൂടി ഇവിടെ അടച്ചു വയ്ക്കുവാണ്. എന്നിട്ട് ഇടയ്ക്ക് നമ്മൾ അടപ്പ് തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം.
ഇപ്പം നമ്മൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ അടപ്പൊന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് വെള്ളം കുറവാന്ന് തോന്നിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചൊഴിക്കുന്നുണ്ട്. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. പച്ചവെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ കുറച്ച് മാത്രം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് ഇത് വീണ്ടും മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇപ്പം ഞാനിവിടെ കാശ്മീരി ചില്ലിപ്പൊടി എടുത്തേക്കുന്നത് ഈ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ സാധാ മുളക് പൊടി എടുത്താലും മതി. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും അതൊന്ന് ഇളക്കിയിട്ട് വീണ്ടും മൂടി വെച്ച് വേവിക്കുവാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അടിക്ക് പിടിക്കും. കാരണം നോൺ സ്റ്റിക്ക് പാത്രമൊന്നും അല്ലല്ലോ, ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയല്ല. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ വേവിക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ നമുക്ക് നാച്ചുറലി അയൺ കിട്ടും, അതൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഈ കറിക്ക് നല്ല കളർ കിട്ടും. ഇത് കുറച്ച് സമയം വച്ച് കഴിയുമ്പോൾ ഇത് നല്ല കറുത്ത് വരും ഈ കറി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുന്നത്, അമ്മ ഉണ്ടാക്കുവാണെങ്കിൽ എപ്പോഴും അത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അമ്മ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലൊന്നും ചിക്കൻ കറി ഉണ്ടാക്കാറില്ല. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ പാകം നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നാവിൽ ഒരു കപ്പലോടിക്കാനുള്ള വെള്ളമുണ്ട്. എനിക്ക് കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല, അതുപോലെ വായിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഈ ചിക്കൻ കറി ഇപ്പോൾ കാണുമ്പോൾ തന്നെ അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങളിത് ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനൊരു ചിക്കൻ കറി എന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക, വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളതൊരു വാഴയിലേക്ക് സെർവ് ചെയ്യുകയാണ്. നാടൻ കറിയല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് വാഴയില തന്നെ എടുത്തത്. അപ്പോൾ എല്ലാവരും വായോ, നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മുടെ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഇതൊന്ന് റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണേലും തിരിച്ചു പോയി കണ്ടിട്ട് നിങ്ങൾക്കിത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ താങ്ക് യു, ബൈ, ടേക്ക് കെയർ.